അല്ല, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്നുണ്ട് എന്നുള്ള ഭയം, അതൊരു ഭയം കൂടിയാണല്ലോ. കാരണം നിങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ഞങ്ങൾ കാവൽ കിടക്കും എന്ന്. അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കും എന്നുള്ള ആശങ്ക ഇപ്പോഴും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നാണല്ലോ. നേരത്തെ കോൺഗ്രസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, ഒരുപക്ഷെ BJP. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് കള്ള വോട്ടുകൾ അവിടെ ചെയ്യുന്നു, വ്യാജ വോട്ടുകൾ ചെയ്യുന്നു, മരിച്ച് പ്രേതങ്ങൾ വരെ വോട്ട് ചെയ്യുന്ന വാർത്തകൾ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആ വീഡിയോ ഞാൻ മഞ്ജുഷിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് അത് പ്രേതങ്ങൾ വന്ന് വോട്ട് ചെയ്തിട്ട് പോവാണ്. ഇത് പരിശോധിക്കാൻ ആരാ പരിശോധിക്കണ്ടേ? മുഴുവൻ കേന്ദ്രസേനയും മാറ്റി അവിടുന്ന്. ഇലക്ഷന് മുമ്പ് മുഴുവൻ പോലീസുകാരെയും മാറ്റി. ഇതൊക്കെ വാർത്തകളല്ലേ? ഇത് ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി തോറ്റു, അല്ലെങ്കിൽ ആം ആദ്മി തോറ്റതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതോടുകൂടി ജനാധിപത്യ മൂല്യങ്ങളല്ലേ ഇതൊക്കെ? ഇവിടെ മാധ്യമ പ്രവർത്തനം നന്നായി പോകണ്ടേ? ഇവിടെ പ്രതിപക്ഷം ശക്തമായിരിക്കണ്ടേ? ഇതൊക്കെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞതിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു ആദർശം പറഞ്ഞതിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലും വേട്ടയാടി കള്ളവോട്ട് ചെയ്ത് പണം കൊടുത്ത്, സാരി കൊടുത്ത്, മദ്യം കൊടുത്ത്, വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ കേജ്രിവാൾ എത്രയോ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കാര്യം മാത്രമൊന്നുമല്ല കേജ്രിവാൾ പറഞ്ഞത് മുഴുവൻ ഫേക്ക് വോട്ടുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓരോ MLA-മാരുടെയും ബൂത്തുകളിൽ 60, 20, 25 വോട്ട് വെച്ച് അവരുടെ ഫ്ലാറ്റ് അഡ്രസ് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു. വോട്ടുകൾ വോട്ടേഴ്സിന്റെ എണ്ണം കൂട്ടി. തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്തരത്തിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ശുഭാപ്തി വിശ്വാസത്തിൽ ഒരു മാറ്റവും ഇല്ല. കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷത്തോടു കൂടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരണം നിലനിർത്തും. എക്സിറ്റ് പോളുകളൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം 45 സീറ്റിലധികം നേടത്തില്ല എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് പ്രശ്നവുമില്ല. നമുക്ക് ഈ നിരീക്ഷണവും ഈ വർത്തമാനവും ഒക്കെ 2 ദിവസത്തെ കാര്യമുള്ളൂ, നമുക്കറിയാം. ശരി, രാകേഷ് ഒരു 1.5 ആഴ്ച അവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ ഡൽഹിയിൽ. ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു, അതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ കേസ് വന്നിരിക്കുന്നു, പണം കണ്ടെടുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വ്യാജമാണെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. തീർച്ചയായും കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ പല വിഷയങ്ങളും, അതിപ്പോൾ യമുന വിഷയമായിക്കോട്ടെ, അതിനുശേഷം ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കെതിരായ അതിക്രമം, ആ വിഷയങ്ങളിലൊക്കെ തന്നെ കമ്മീഷനുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതായത് രാജീവ് കുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, BJP-ക്ക് വേണ്ടി അദ്ദേഹം അടുത്ത മാസം വിരമിക്കുകയാണ്. അപ്പോൾ ഏത് പദവിയാണെന്ന തരത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ഇന്ന് പോലും ഈ വോട്ടിംഗ് ദിനത്തിൽ പോലും വലിയ ആരോപണം ഉണ്ടായത് പോലീസിനെതിരെയാണ്. അതായത് പോലീസ് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന വലിയ പരാതി ഉണ്ടായി. തുടർന്ന് പോലീസ് തന്നെ ഇക്കാര്യം പരിശോധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പരാതിയും ഒക്കെ തന്നെ വിവാദങ്ങളും ഒക്കെ തന്നെ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ തന്നെ ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വോട്ടിംഗ് സംവിധാനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നു രാജീവ് കുമാർ എന്ന ഗുരുതര ആരോപണമുണ്ടായി. ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മീഷനും ആം ആദ്മി പാർട്ടിയും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങൾ കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഏതായാലും ഇന്നിപ്പോൾ സൂചിപ്പിച്ച കാര്യം, അതിഷിയുടെ ഓഫീസിൽ 2 ഉദ്യോഗസ്ഥരെ കസ്റ്റഡി എടുത്തു എന്ന് പറയുന്നത്, അത് പോലീസ് തന്നെ പറയുന്നത്, പോലീസ് തന്നെയാണ് ഈ പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത്. അതായത് ഈ 2 പേരും ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്ന നിലയിൽ ഡൽഹി പോലീസ് തന്നെ പറയുന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ കസ്റ്റഡി എടുത്തു. ഡൽഹി പോലീസ് തന്നെയാണ് അത്തരം. പക്ഷേ വിനോദ് അതിനകത്ത് എന്താണ് ഇപ്പോൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹി പോലീസ് നൽകിയ വിവരം അനുസരിച്ചാണല്ലോ രാകേഷ് നേരത്തെ ചോദിച്ചിരുന്നു ആരാണ് സംസാരിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന്. ER രാകേഷ് ആണ്, ഞങ്ങളുടെ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആണ്. അദ്ദേഹം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഡൽഹി പോലീസിന്റെ വിവരം അനുസരിച്ച് തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് പറയുന്നത് സത്യമാണോ, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പക്ഷേ കസ്റ്റഡിയിലാണ് അല്ലേ? ആയിക്കോട്ടെ, അത് അതിഷിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് എന്ത് തെളിവാണല്ലേ? അതിഷിയുടെ ഓഫീസുമായി ഓഫീസ് ജീവനക്കാരൻ എന്നാണ്. അല്ല, അങ്ങനെ ഓഫീസ് ജീവനക്കാരാണെന്ന് പേര് പുറത്തുവിട്ടോ? അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രേഖകൾ പുറത്തുവിട്ടോ? അപ്പോൾ ഫേക്ക് ആണെന്നാണല്ലേ പോലീസ് നൽകുന്ന തെറ്റായ വിവരം അല്ലേ? പോലീസ് നൽകുന്ന തെറ്റായ വിവരം. എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല. അപ്പം മാധ്യമ പ്രവർത്തകരുടെ ജോലിയല്ലേ അതല്ല? അതാണ്ട് ഇന്ന രേഖ പ്രകാരം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടെന്ന് നമ്മൾ അന്വേഷിച്ച് അറിയാൻ പറ്റില്ലേ? അങ്ങനെ ഒരു വാർത്ത ഡൽഹി പോലീസ് പറയുന്നതൊക്കെ എങ്ങനെ സത്യമാവുക? ഡൽഹി പോലീസ് ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? ആരുടെ പോലീസാ? ഡൽഹി പോലീസ് കേന്ദ്രത്തിന്റെ സേനയല്ലേ, അല്ലാതെ ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിന്റെ സേനയല്ലല്ലോ.
ശരി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഡെയിലി റിസർച്ചിന്റെ അനുസരിച്ച് 36 മുതൽ 44 സീറ്റുകൾ വരെ ബി ജെ പിക്ക്, അവിടെയും ബി ജെ പിക്കാണ് എഡ്ജ്. 26 മുതൽ 34 സീറ്റുകൾ വരെയാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത്. പി മാർക്കിന്റെ അനുസരിച്ച് 39 മുതൽ 49 സീറ്റുകൾ വരെയാണ്. മാട്രിക്സ് സർവേ അനുസരിച്ച് 35 മുതൽ 40 വരെ, JVC പോൾ അനുസരിച്ച് 39 മുതൽ 45 വരെ ബി ജെ പിക്ക് നൽകുകയാണ്. പീപ്പിൾസ് പൾസ് 51 മുതൽ 60 വരെ. ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നൽകുന്നത് പീപ്പിൾസ് പൾസ് ആണ്. 51 മുതൽ 60 സീറ്റുകൾ വരെ നേടുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. അവിടെ 10 മുതൽ 19 സീറ്റുകൾ വരെ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പീപ്പിൾസ് പൾസിന്റെ ഇപ്പോൾ പറയുന്നതല്ല, ഇപ്പോൾ കാണിക്കുന്നതല്ല. പീപ്പിൾസ് പൾസ് അനുസരിച്ച് 51 മുതൽ 60 വരെ ബി ജെ പിക്ക് എന്നുള്ളതാണ്. ന്യൂസ് 24 ഹിന്ദി 32 മുതൽ 37 വരെ ആം ആദ്മി പാർട്ടി, ബി ജെ പിക്ക് അവിടെയും 35 മുതൽ 40 സീറ്റ് വരെ. അവിടെ അതൊരു തൂക്ക് സഭ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഏതാനും എക്സിറ്റ് പോളുകളിൽ 1 or 2 എക്സിറ്റ് പോളിൽ മാത്രമാണ് ഒരു തൂക്ക് സഭ പറയുന്നത്. പക്ഷേ ബാക്കി ഉള്ളതിലെല്ലാം ബി ജെ പിക്ക് കൃത്യമായ അഡ്വാൻറ്റേജ് എന്നുള്ളത് തന്നെയാണ്. 27 മുതൽ 34 സീറ്റുകൾ വരെ ആം ആദ്മി പാർട്ടിക്ക് പറയുന്ന എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. അവിടെയും ബി ജെ പിക്ക് 37 മുതൽ 43 സീറ്റുകൾ വരെയും, കോൺഗ്രസിന് 2 സീറ്റുകളും പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. JVC പോൾ അനുസരിച്ചും കൃത്യമായിട്ടുള്ള മേൽക്കൈ ബി ജെ പിക്കുണ്ട്. 39 മുതൽ 45 സീറ്റുകൾ വരെ. അവിടെ 22 മുതൽ 31 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് എക്സിറ്റ് പോൾ ഫലമായിട്ട് JVC പോളിന്റേത് ഉള്ളത്. അങ്ങനെ ഇതുവരെ വന്നതിൽ 2 മാത്രം തൂക്കുസഭ. ബാക്കിയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചാണക്യ സ്ട്രാറ്റജീസിന്റെ അനുസരിച്ച് 39 മുതൽ 44 സീറ്റുകൾ വരെ, ബി ജെ പിക്ക് 25 മുതൽ 28 സീറ്റുകൾ വരെയാണ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നത്. അവിടെ കോൺഗ്രസിന് 2 മുതൽ 3 വരെ സീറ്റുകൾ കിട്ടിയേക്കാം എന്നുണ്ട്. അങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൃത്യമായ മേധാവിത്വം ബി ജെ പിക്ക് കിട്ടുകയാണ്. ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണോ ഡൽഹിയിൽ നിന്നുള്ള ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നേ ഇനി അറിയാനുള്ളൂ. അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിക്കാൻ പോവുകയാണോ? ഇടവേളയ്ക്ക് ശേഷം പൈൻ ഡിബേറ്റ് ആണ്, അതിലേക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.